ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ ഔട്ടിങ്ങിൻ്റെ വ്ളോഗാണ്. ടോളിമോർ ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോയത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നൊരു 1.5 hour ട്രാവൽ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ബസ്സിനാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 45 മിനിറ്റ്സോളം നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ബോർഡ് കണ്ടു. ഇതതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അങ്ങനെ എൻട്രൻസ് കണ്ടെങ്കിലും അവിടുന്നും കുറേ പിന്നെയും നടക്കാനുണ്ട്. അപ്പോൾ അവിടെ എൻട്രൻസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നടക്കുകയാണ്. പിന്നെ ഉള്ളിലോട്ടേക്ക് കുറച്ചും കൂടെ നടക്കാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്ന് വേറൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെയാണ് ഫീ ഒക്കെ വാങ്ങുന്നത്. ഞങ്ങൾ നടന്നു പോയതുകൊണ്ട് ഫീസൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കാറിനൊക്കെ വരുന്നവർക്കാണെങ്കിൽ പാർക്കിംഗ് ഫീ ഉണ്ട് 5 pound. അപ്പോൾ അവിടെ എത്തുന്നതിനേക്കാളും മുന്നേ ഞങ്ങളൊരു മോണമെൻറ്റ് കണ്ടു. അപ്പോൾ അതൊരു ഇങ്ങനെ കുന്നിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടിട്ട് ഓടി ഇറങ്ങുകയാണ് അവിടുന്ന്. പിന്നെ അവിടെ ക്യാരവാനൊക്കെ കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റും. ടെൻ്റൊക്കെ ആണെങ്കിൽ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളിവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി അത് കഴിച്ചുകൊണ്ട് നടക്കുകയാണ് താഴേക്ക്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും താഴെ നമ്മൾ പോകുന്നിടത്തേക്ക്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് എത്തി. അവിടെയൊക്കെ നല്ല സൗണ്ടാണ് വെള്ളം വീഴുന്നത്. കാരണം അവിടെ കല്ലുകളുള്ളതുകൊണ്ട് നല്ല സൗണ്ടാണ്. അപ്പം കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കി. പക്ഷെ അവിടെ സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കൊരു സ്റ്റെപ്പ് കണ്ടു, ഞങ്ങൾ ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവർ ഇങ്ങനെ കല്ല് കൂട്ടി വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ കണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണാനുണ്ട് അവിടെ. അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പം ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന് പിന്നെയും 1/2 മണിക്കൂർ അങ്ങോട്ടേക്ക് പിന്നെ നടക്കാനുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തി. അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്ക്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പായിട്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ വീഡിയോസിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണത്. പിന്നെ കുറേ സ്ഥലമൊന്നും ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല. കാരണം പിന്നെയും ഒരുപാട് നടക്കാനും ഞങ്ങൾക്ക് ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം സ്ഥലം ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചൊരു 4 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കേവ് പോലൊരു സ്ഥലം കണ്ടു. അപ്പോൾ അത് കുറച്ച് താഴേക്ക് ഇറങ്ങാനുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ടോ. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് വരുമ്പം പിന്നെ നല്ലൊരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഇതുണ്ട്. ഇത് ഞങ്ങൾ വൈൻഡപ്പ് പറയുകയാണേ. അപ്പോൾ വീഡിയോ അവിടെ വെച്ച് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അത് കുറച്ച് സ്ഥലം ഞങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ റൂട്ട് മാപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ ആ റൂട്ട് മാപ്പൊന്നും ആദ്യം കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ മിസ്സായി പോയത് കേട്ടോ. അപ്പം നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഒരു ഡേ ആയിരുന്നു അത് കേട്ടോ. അങ്ങനെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പം എടുത്തതാണ് കേട്ടോ. ലാസ്റ്റ് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.